ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങി മാതാപിതാക്കളും ബന്ധുക്കളും. ബാലാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങി എല്ലാ വകുപ്പുകളിലേക്കും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പരാതിയായിട്ട് പോവുകയാണ്. എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ പരാതിയായിട്ട് പോവും. എൻ്റെ 2 മക്കളാണ് അവിടെ പഠിച്ചിരുന്നത്. ഒരാൾ പോയി, അവരെ പീഡനം കാരണം പോയി. മറ്റേ കുഞ്ഞ് ഇനി അങ്ങോട്ട് പോവില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുഞ്ഞും ആ സ്കൂളിൽ നിന്ന് ഇതേപോലെ ആവാൻ പാടില്ല. എൻ്റെ വേദന ഇനിയൊരു അച്ഛനമ്മയും അനുഭവിക്കാൻ പാടില്ല. തച്ചനാട്ടുകര ചോളോട് ചെങ്ങണക്കാട്ടിൽ പ്രശാന്ത് കുമാറിന്റെയും സജിതയുടെയും മകളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂൾ വിട്ടു വന്നതിനു ശേഷം വീടിന്റെ 2ാം നിലയിൽ തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ടത്. പഠനത്തിൽ മിടുക്കിയും നല്ലൊരു ചിത്രകാരിയുമായിരുന്ന ആശിർ നന്ദ സ്കൂളിൽ നിന്നും നേരിട്ട മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു. 1.5 മാർക്കിന്റെ കമ്മിയാണ്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്നോട്. കമ്മി ഉണ്ട്, അതിനകത്ത് ഞാൻ അടുത്ത പ്രാവശ്യം ഇത് കവർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ് 9ൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് തന്നെ മാറ്റിയിരുത്തും, 8ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്ററിൻ്റെ ആവശ്യമുണ്ടോ, അത് സ്കൂളിൻ്റെ റൂളാണ്, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണോ അവൾക്ക് ഇനി അടുത്ത പരീക്ഷയിൽ മാർക്ക് കുറയുന്ന നിങ്ങൾ നടപടി എന്ത് വേണമെന്ന് വെച്ചാലും എടുത്തോളൂ, അത് അക്സെപ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, 8ാം ക്ലാസ്സിലേക്ക് കൊണ്ടേ ഇരുത്തും തന്നെ പറഞ്ഞിട്ട് എഴുതി തരണമെന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ചു. മോളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് പാരന്റ് സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. പരീക്ഷയിൽ 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ സ്കൂൾ അധികൃതരിൽ നിന്ന് കടുത്ത പീഡനമാണ് കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നതെന്ന് പിതാവ് പ്രശാന്ത് കുമാറും ബന്ധുക്കളും പറഞ്ഞു. എല്ലാം കൂടെ മാനസികാവസ്ഥ, അത് ആ ലെറ്റർ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാം ഇപ്പോൾ കഴിഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവും. അതൊക്കെ കൂടെ അതിൻ്റെ ഭാഗം തന്നെയാണത്. അതാണ് എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. 4 or 5 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെയാണ് അവർ ഷഫിൾ ചെയ്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. എൻ്റെ കുഞ്ഞിനോട് അത് പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ ബസ് ഇറക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചതിന് നേരം എൻ്റെ മോള് എന്തുകൊണ്ടോ പറഞ്ഞില്ലായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥിനി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നതെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തി. പ്രിൻസിപ്പളെ ഞാൻ ഒരു പ്രാവശ്യമാണ് പ്രിൻസിപ്പളെ നേരിൽ കാണാൻ പറ്റിയത്. പ്രിൻസിപ്പളെ കണ്ടപ്പോൾ പ്രിൻസിപ്പളും കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കുക, എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത്രയും അവളെ പേടിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകൊണ്ടാണ്, നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ബാലാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള വകുപ്പുകളിലേക്കും ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. CCN ചത്തല്ലൂർ.